വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ മൊഡ്യൂളിൽ നിന്നും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കും. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ കോൺട്രാക്ട് ആൻഡ് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇത് മിക്കപ്പോഴും 15 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ള എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് എ കോൺട്രാക്ട് ആൻഡ് വാട്ട് ആർ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഇനി ഇതിൻ്റെ ആൻസർ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നെ എന്താണ് കോൺട്രാക്ട് എന്ന് നോക്കാം. എന്താണ് കോൺട്രാക്ട്? ദ എഗ്രിമെന്റ് ഇഫ് ഇറ്റ് കുഡ് ബി ടേക്കൺ ടു എ കോർട്ട് ഓഫ് ലോ ഫോർ എൻഫോഴ്സ്മെന്റ് ക്യാൻ ബി ടേംഡ് ആസ് എ കോൺട്രാക്ട്. അപ്പോൾ എന്താണ്? ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് നോൺ ആസ് എ കോൺട്രാക്ട്. അപ്പോൾ എൻഫോഴ്സിബിലിറ്റിയും അതുപോലെ തന്നെ എഗ്രിമെന്റ് രണ്ട് ടേംസും വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൾഡ് ആൻ കോൺട്രാക്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് നോക്കാം. ഒന്നാമത്തെയാണ് എഗ്രിമെന്റ്. എന്താണ്? When one person makes a valid proposal and the other person accepts it, we can say that there is an agreement. ഒരു പേഴ്സൺ ഒരു വാലിഡ് പ്രപ്പോസൽ ഉണ്ടാക്കുകയും മറ്റൊരു പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? എഗ്രിമെന്റ് എന്നത്. രണ്ടാമത്താണ് കൺസെൻസ് ഐറ്റം എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. ഇതാണ് എൻ്റെ അർത്ഥം. എന്താണ്? സബ്ജക്ട് മാറ്റർ. രണ്ട് പാർട്ടീസും സബ്ജക്ട് മാറ്റർ മനസ്സിലാക്കേണ്ടത് സെയിം സെൻസിലും അതുപോലെ തന്നെ സെയിം ടൈമിലായിരിക്കണം. അതാണ് കൺസെൻസസ് ഐറ്റം എന്നത്. മൂന്നാമത്തെയാണ് ലോഫുൾ കൺസിഡറേഷൻ. എന്നാൽ ലോഫുൾ കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അർത്ഥം എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ എന്നാണ്. ആൻ എഗ്രിമെന്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ ഓൺലി ഇഫ് വൺ പാർട്ടി ഗീവ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ ദ അതർ പേഴ്സൺസ് പ്രോമിസ്. അപ്പോൾ ഒരു എഗ്രിമെന്റിൽ മറ്റൊരു വ്യക്തിയുടെ പ്രോമിസിന് വേണ്ടി വൺ പാർട്ടി എന്ത് ചെയ്യണം? അവർ സംതിങ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്രോമിസറും പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രോമിസർ എന്തെങ്കിലും ഒരു പ്രോമിസ് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസിന് ഉത്തരവാദിത്വം എന്താണ്? അവിടെ സംതിങ് റിട്ടേൺ കൊടുക്കേണ്ടത്. സോ അവിടെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ സംതിങ് റിട്ടേൺ ഇല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് വാലിഡ് ആവുകയില്ല, അത് ഇൻവാലിഡ് ആയി പോകും, അത് വോയിഡ് ആയി പോകും ഫ്രം ദ വെരി ബിഗിനിങ് തന്നെ. അപ്പോൾ ആൻ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ് തന്നെ വോയിഡ് ആയിരിക്കും. അപ്പോൾ 3 പോയിന്റ് പറഞ്ഞു നമ്മൾ. ഒന്നാമത്തെ എഗ്രിമെന്റ് ആയിരിക്കണം, പിന്നെ സൗണ്ട് നമ്മുടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് കൺസെൻസ് ഐറ്റം. ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാവണം പാർട്ടീസ് തമ്മിൽ. സബ്ജക്ട് മാറ്ററും എല്ലാം സെയിം ടൈമിൽ സെയിം സെൻസിൽ മനസ്സിലാക്കണം. ലോഫുൾ കൺസിഡറേഷൻസ് എന്താണ്? നമ്മൾ എന്തെങ്കിലും സംതിങ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് വാലിഡ് ആവുകയുള്ളൂ. അപ്പോൾ എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും വെരി ബിഗിനിങ് തൊട്ട് തന്നെ. നാലാമത്തെയാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. എന്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്? ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് മസ്റ്റ് ബി ഓഫ് ദ ഏജ് ഓഫ് മെജോറിറ്റി ഓഫ് സൗണ്ട് മൈൻഡ് ആൻഡ് മസ്റ്റ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പോൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് പറയുന്നത് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എന്തുണ്ടാവണം? അതുപോലെ ഏജ് ഓഫ് മെജോറിറ്റി 18 ഇയേഴ്സ് ഓൾഡിനേക്കാൾ കൂടുതലായിരിക്കണം. അതുപോലെ എന്താണ്? സൗണ്ട് മൈൻഡ് ഉണ്ടാവണം, അയാൾക്ക് നല്ല ഒരു മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ പാടില്ല. മസ്റ്റ് നോട്ട് ബി ഡിസ്ക്വാളിഫൈ എനി ലോ ഒരിക്കലും അല്ല ഡിസ്ക്വാളിഫൈ, ക്രിമിനലോ അങ്ങനെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്യാനോ പാടില്ല. ഇതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നത്. അഞ്ചാമത്താണ് ഫ്രീ കൺസെൻറ്റ് മീൻസ് ഫ്രീ മൈൻഡ്. ആരും നിർബന്ധിച്ചാവരുത് നമ്മുടെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തേണ്ടത്. അപ്പോൾ ഫ്രീ മൈൻഡ് എന്ന് പറയുമ്പോൾ അതെന്തൊക്കെ ആ ഒരു നമ്മുടെ കൺസെൻറ്റ്. അപ്പോൾ നമ്മുടെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെൻറ്റ് എന്തെല്ലാത്തിനും റിലീഫായിട്ടുള്ളതായിരിക്കണം. ഇതൊക്കെ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ കൺസെൻറ്റ്. എന്തൊക്കെയാണത്? കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ് ആൻഡ് മിസ്റ്റേക്ക്. ഈ 5 കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റോടെയാണ് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ളതാണ് ഫ്രീ കൺസെൻറ്റ്. അതുകൊണ്ടാണ് ഫ്രീ മൈൻഡ് എന്നത്. ആറാമത്തെയാണ് ലോഫുൾ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദ എഗ്രിമെന്റ് ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ടു മസ്റ്റ് നോട്ട് ബി ഫ്രോഡുലന്റ്, ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഒപ്പോസ് പബ്ലിക് പോളിസി. ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കാരണം എന്താണ്? നമ്മുടെ എഗ്രിമെന്റിൽ നമ്മുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയാണോ ആ കോൺട്രാക്ട് ഫോം ചെയ്തത് അതാണ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്നത്. ആ ഒബ്ജക്റ്റ് ഒരിക്കലും ഇല്ലീഗലോ ഇമ്മോറലോ ഫ്രോഡുലന്റോ അതുപോലെ തന്നെ പബ്ലിക് പോളിസിക്ക് ഒപ്പോസ്ഡ് ആവാനോ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ആ എഗ്രിമെന്റ് വെരി ബിഗിനിങ് അത് വോയിഡായി മാറും. ഓക്കെ. ഏഴാമത്തെയാണ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ദ എഗ്രിമെന്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ് അണ്ടർ ദ ആക്ട്. വെച്ചാൽ നമ്മുടെ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഇതിനെ എന്താണ് ഒരു എഗ്രിമെന്റ് വോയിഡ് ആണെന്ന് പറഞ്ഞല്ലോ, പക്ഷേ അത് ശരിക്കും വോയിഡ് തന്നെയാണ്. അങ്ങനെ അതാണ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ഫോർ എക്സാമ്പിൾ ബെറ്റിംഗ് എഗ്രിമെന്റ് അത് വോയിഡ് ആണ്. അത് നമുക്ക് അറിയേണ്ട കാര്യമാണോ അത് വോയിഡ് ആണെന്ന്. അതൊരിക്കലും നമ്മുടെ കോൺട്രാക്റ്റിൽ കാണിച്ചിട്ടുണ്ടാവില്ല ഇതിങ്ങനെ വോയിഡ് ആണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് ആക്ച്വലി വോയിഡ് ആണ്. എട്ടാമത്തെ certainty and possibility of performance. The terms of agreement must not be vague or uncertain. എന്താണ്? നമ്മുടെ
നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരിക്കലും അൺസർട്ടൺ ആവാൻ പാടില്ല, മനസ്സിലാത്തതാവാൻ പാടില്ല, അതിൽ വാഗ് ആവാൻ പാടില്ല. ഇപ്പോൾ ഇതായിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ട് വോയിഡായി മാറും. നെക്സ്റ്റ് ആണ് ലീഗൽ ഫോർമാലിറ്റീസ്. എന്താണ്? ആൻ എഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ. സം ടൈം ആൻ എഗ്രിമെന്റ് മേ ബി ഈവൻ ഇംപ്ലൈഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ്. Certain type of agreement should be in writing and should be registered. Few type of agreement are valid only if sufficient stamp are affixed on the agreement. അപ്പോൾ ലീഗൽ ഫോർമാലിറ്റീസ് പറയുമ്പോൾ എന്താണ്? നമുക്ക് വേണമെങ്കിൽ എഗ്രിമെന്റ് ഓറലോ റിട്ടേൺ ആവാം. ചില സമയത്ത് എഗ്രിമെന്റ് ഇവൻ നമ്മൾ പാർട്ടീസിന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കും. പക്ഷെ സർട്ടൺ ടൈപ്പ് ഓഫ് എഗ്രിമെന്റ് എന്താണ്? അത് റിട്ടേൺ ആയിരിക്കണം, അതുപോലെ ചിലപ്പോൾ രജിസ്റ്റേർഡ് ആയിരിക്കേണ്ടി വരും. ചില സമയത്ത് ചില എഗ്രിമെന്റിൽ എന്തുണ്ടാവണം? സഫിഷ്യൻ സ്റ്റാമ്പ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ എഗ്രിമെന്റിന് എങ്ങനെയാണ് നെയിം ഉള്ളത് അതനുസരിച്ചാണ് നമ്മൾ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില എഗ്രിമെന്റ് ചുമ്മാ ഓറലോ റിട്ടേൺ ആയി മതി, ചില സമയത്ത് നമ്മൾ പാർട്ടീസിന്റെ കണ്ടന്റ് മനസ്സിലാക്കി മതി. പക്ഷെ ചില കേസിൽ എഗ്രിമെന്റ് എന്തായിരിക്കണം? റിട്ടേണും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ്? സഫിഷ്യൻ സ്റ്റാമ്പും അഫിക്സ് ഒക്കെ വേണ്ടി വരും, സ്റ്റാമ്പൊക്കെ അതിൽ ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്തെല്ലാമാണ് നമ്മൾ കൃത്യമായിട്ട് ലീഗൽ ഫോർമാലിറ്റീസ് എന്താണെന്ന് പഠിച്ചിരിക്കണം. അതാണ് 9ാമത്തെ പോയിന്റ്. ഇനി 10ാമത്തെയാണ് ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ഇഫ് ദ എഗ്രിമെന്റ് എൻറ്റേർഡ് ഇൻടു ബൈ ടു പേഴ്സൺസ് ഓൺലി ഫോർ എ സോഷ്യൽ എഗ്രിമെന്റ് ഓർ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ദെൻ ദാറ്റ് എഗ്രിമെന്റ് കനോട്ട് ബി ടേംഡ് ആസ് എ കോൺട്രാക്ട്. എന്താണ്? അപ്പോൾ രണ്ട് പേഴ്സൺസ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന സോഷ്യൽ എഗ്രിമെന്റിനോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആണെങ്കിൽ അവിടെ എന്തില്ല? അവിടെ ഒരിക്കലും ഒരു കോൺട്രാക്ട് എന്ന് പറയാൻ പാടില്ല. കാരണം അവിടെ വേണ്ടത് എന്താണ്? ലീഗൽ റിലേഷൻഷിപ്പാണ് വേണ്ടത്. ഓൺലി ഇഫ് ദ പാർട്ടി ഹാഡ് an intention to create legal relationship the agreement could be termed as a contract. അങ്ങനെ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള പാർട്ടീസ് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? നമുക്കൊരു കോൺട്രാക്ട്, അങ്ങനെയുള്ള എഗ്രിമെന്റ് മാത്രമേ ഒരു കോൺട്രാക്ട് ആയി മാറുകയുള്ളൂ. അല്ലാണ്ട് സോഷ്യലോ ഡൊമസ്റ്റിക്കോ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു കോൺട്രാക്ട് ആവാൻ സമ്മതിക്കില്ല. ഇതിനിടെ ലീഗൽ റിലേഷൻഷിപ്പ്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവാണ്. വാട്ട് ഈസ് എ കോൺട്രാക്ട് ആൻഡ് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്? എന്താണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്? നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്? എന്താണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്? ആൻ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഈസ് വൺ വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടെക്നിക്കൽ ഡിഫക്ട്സ്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്നത് ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്. എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കോർട്ട് ഓഫ് ലോയിൽ നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടെക്നിക്കൽ ഡിഫക്ട്സ്. അതിന് ടെക്നിക്കൽ ഡിഫക്ട്സ് കാരണം നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. These contracts cannot be treated as void because there may be option available in law to cure this defect by paying penalties. അപ്പോൾ നമുക്ക് ഈ കോൺട്രാക്ട് ഒരിക്കലും വോയിഡ് എന്നങ്ങോട്ട് പറയാൻ സാധിക്കില്ല. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഒരിക്കലും നമുക്ക് വോയിഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ കോർട്ട് ഓഫ് ലോ, നമ്മുടെ ലോയിൽ എന്തുണ്ട്? ഇത് ക്യൂർ ചെയ്യാൻ, ഈ ഡിഫക്ട്സ്, ഈ ടെക്നിക്കൽ ഡിഫക്ട്സ് ക്യൂർ ചെയ്യാനുള്ള റെമഡീസ് ഉണ്ട്. എങ്ങനെ? ബൈ പേയിങ് പെനാൽറ്റീസ്. അങ്ങനെ പേയിങ് പെനാൽറ്റീസ് അതുപോലത്തെ പല റെമഡീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ വോയിഡ് മാറ്റി അതിനെ നമുക്ക് വാലിഡ് കോൺട്രാക്റ്റിലേക്ക് മാറ്റാൻ സാധിക്കും. ഇഫ് സച്ച് ഡിഫക്ട്സ് ആർ ക്യൂർഡ് സച്ച് കോൺട്രാക്ട് വിൽ ബിക്കം വാലിഡ് ആൻഡ് മേ ബി എൻഫോഴ്സിബിൾ. അങ്ങനത്തെ ആ ഒരു കോൺട്രാക്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഡിഫക്ട്സും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്തേ മാറും? ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുകയും നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. ഇതാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അപ്പോൾ എക്സാമ്പിൾ എങ്ങനെ എഴുതണം? ആൻ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഈസ് വൺ വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ടെക്നിക്കൽ ഡിഫക്ട്സ്. These contracts cannot be treated as void because there may be option available in law to cure this defect by paying penalties, etc. In such if such defects are cured, such contract will become valid and may be enforceable. That's second question answer. What is unenforceable contract? നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്? ഈ പറഞ്ഞ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ എഗ്രിമെൻറ്റ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോകുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്? സോ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്, an agreement which is criminal in nature or which is immoral or opposed to public policy is an illegal agreement. ഒരു എഗ്രിമെൻറ്റിന് ക്രിമിനൽ നേച്ചറോ അല്ലെങ്കിൽ ഇമ്മോറലോ അതുപോലെ തന്നെ പബ്ലിക് പോളിസിക്ക് ഒപ്പോസ്ഡ് ആണെങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻ്റ് ആണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്നത്. ദീസ് ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ്. നമുക്കിത് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഓർ വോയിഡ് എഗ്രിമെൻറ്റ്. എപ്പോഴും ഇത് വോയിഡ് എഗ്രിമെൻ്റ് ആയിരിക്കും. ഇതാണ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ് പറയാനുള്ളത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്വാസി കോൺട്രാക്ട്? ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്വാസി കോൺട്രാക്ട് എന്ന്. നമുക്കിൻ്റെ ഉത്തരം നോക്കാം. സോ ക്വാസി കോൺട്രാക്ട്, ദിസ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഇൻ ദ സ്ട്രിക്റ്റ് ലീഗൽ സെൻസ്. In certain circumstances, law itself creates a certain relationship which resemble those created by contract. അപ്പോൾ എന്താണ് ക്വാസി കോൺട്രാക്ട് എന്നത്? ഒരു സ്ട്രിക്റ്റ് ലീഗൽ സെൻസ് നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് അല്ല. പക്ഷേ ചില സർട്ടൺ സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്യുന്നു? ലോ തന്നെ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് പറയുന്നത് കോൺട്രാക്ട് ഉണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന്. ലോ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ കോൺട്രാക്ട് ആണ് ക്വാസി കോൺട്രാക്ട് എന്നത്. സച്ച് ടൈപ്പ് ഓഫ്
സച്ച് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആർ ടേംഡ് ആസ് ക്വാസി കോൺട്രാക്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു സ്ട്രിക്റ്റ് ലീഗൽ സെൻസ് നോക്കുകയാണെങ്കിൽ ഇത് കോൺട്രാക്ട് അല്ല, പക്ഷേ ചില സർക്കംസ്റ്റാൻസസ് മൂലം, ചില സാഹചര്യം കാരണം ലോ തന്നെ പറയാണ് നിങ്ങൾ ഒരു കോൺട്രാക്ട് ടൈപ്പ് റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള കോൺട്രാക്ട് ആണ് ക്വാസി കോൺട്രാക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫർ? നമുക്ക് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫറിൽ മൂന്നെണ്ണം ഉള്ളത്. ഒന്നാമത്തെ സ്റ്റാൻഡിങ് ഓഫർ, കൗണ്ടർ ഓഫർ ആൻഡ് ക്രോസ് ഓഫർ. ഒന്നാമത്തെയാണ് സ്റ്റാൻഡിങ് ഓഫർ. എന്താ സ്റ്റാൻഡിങ് ഓഫർ? ആൻ ഓഫർ ഫോർ ദ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർട്ടൻ ആർട്ടിക്കിൾ അറ്റ് സർട്ടൻ റേറ്റ് ഓവർ എ ഡെഫിനിറ്റ് പീരീഡ് ഈസ് കോൾഡ് എ സ്റ്റാൻഡിങ് ഓഫർ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സപ്ലൈ, ഒരു സർട്ടൻ ആർട്ടിക്കിളിൻ്റെ കണ്ടിന്യൂസ് സപ്ലൈ നമ്മൾ ഒരു സർട്ടൻ റേറ്റിൽ ഒരു ഡെഫിനറ്റ് പീരീഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് സ്റ്റാൻഡിങ് ഓഫർ എന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഓഫർ ആർ ജനറലി ഫൗണ്ട് വേർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആർ റിക്വയർഡ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫർ എപ്പോഴും കാണപ്പെടുന്ന എപ്പോഴാണ്? നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നമുക്ക് ടൈം ടു ടൈം തന്നെ അത്യാവശ്യം, അങ്ങനത്തെ കേസിലാണ് സ്റ്റാൻഡിങ് ഓഫർ മെയിനായിട്ട് കാണപ്പെടുന്നത്. ഒന്നാമത്തെ കാറ്റഗറി സ്റ്റാൻഡിങ് ഓഫർ. രണ്ടാമത്തെയാണ് കൗണ്ടർ ഓഫർ. ഇഫ് ദ ഓഫറി കമ്മ്യൂണിക്കേറ്റ് എനി ടേംസ് ഡീവിയേറ്റിംഗ് ഫ്രം ദ ഓഫർ വൈൽ ഗിവിംഗ് ഹിസ് ആക്സെപ്റ്റൻസ് ദെൻ ഇറ്റ് കനോട്ട് ബി ടേംഡ് ആസ് എ കോൺട്രാക്ട്. ഓഫറിയുടെ ആക്സെപ്റ്റൻസ് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടേംസ് ഓഫറിൽ നിന്ന് ഡീവിയേറ്റ് ആയിട്ടുള്ള, ഓഫർ കൊടുക്കാത്ത ഏതെങ്കിലും ടേംസ് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഒരിക്കലും അതിനെ കോൺട്രാക്ട് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ടേംഡ് ആസ് കൗണ്ടർ ഓഫർ. അങ്ങനെ അവിടെ നമ്മുടെ ടേംസ് ഡീവിയേറ്റ് ആവുകയാണെങ്കിൽ അങ്ങനത്തെ കോൺട്രാക്ട് ആണ് കൗണ്ടർ ഓഫർ എന്നത്. എ കൗണ്ടർ ഓഫർ ഇസ് എ റിജക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഓഫർ. എന്താണ് കൗണ്ടർ ഓഫർ എന്നത്? നമ്മുടെ ഒറിജിനൽ ഓഫർ റിജക്ഷനും അതുപോലെ തന്നെ ഹാസ് എ എഫക്റ്റ് ഓഫ് മേക്കിംഗ് എ ന്യൂ ഓഫർ. പുതിയൊരു ഓഫർ ഉണ്ടാക്കുന്ന എഫക്റ്റ് ആണ് അതിൽ ഉണ്ടാവുന്നത്. ഇതാണ് കൗണ്ടർ ഓഫർ എന്നത്. നെക്സ്റ്റ് ആണ് ക്രോസ് ഓഫർ. എന്താണ് ക്രോസ് ഓഫർ? വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡന്റിക്കൽ ഓഫർ, രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡന്റിക്കൽ ഓഫർ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ക്രോസ് ഓഫർ എന്നത്. ബോത്ത് കമ്മ്യൂണിക്കേഷൻസ് ആർ ഓൺലി ഓഫർ. അവിടെ രണ്ട് പാർട്ടീസും കമ്മ്യൂണിക്കേറ്റിന് ഓഫർ മാത്രം, ശരിക്കും ഒരു ഓഫറും ആക്സെപ്റ്റൻസും വേണം. ഓഫർ മാത്രമാണ്. ആൻഡ് കനോട്ട് ബി ടേംഡ് ആസ് ആക്സെപ്റ്റൻസ് ഓഫ് വൺസ് ബൈ ഓഫർ ബൈ അതർ. ഇവിടെ എന്താണ്? ഒരു പാർട്ടിയും മറ്റൊരാളുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, രണ്ട് പാർട്ടി അങ്ങോട്ടും സെയിം ആയിട്ടുള്ള ഒരു ഓഫർ പറയുക. അങ്ങനത്തെ ഒരു ഓഫറാണ് ക്രോസ് ഓഫർ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെൻ ഡസ് ഓഫർ കംസ് ടു ആൻ എൻഡ്? നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ വെൻ ഡസ് ഓഫർ കംസ് ടു എൻഡ്? ഒന്നാമത് ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. ബൈ സെൻഡിങ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദ ഓഫറർ ടു ദ ഓഫറി ആൻ ഓഫർ ക്യാൻ ബി റിവോക്ഡ്. അപ്പോൾ നമുക്ക് റിവോക്കേഷൻ നോട്ടീസ് അയച്ച് നമുക്ക് വേണമെങ്കിൽ ഓഫർ കംസ് ടു എൻഡ് ആക്കാം, നിർത്താം. ബൈ ലാപ്സ് ഓഫ് ടൈം, നമ്മൾ പറഞ്ഞ ടൈം, നമ്മുടെ ആ ഒരു എഗ്രിമെന്റിൽ കൊടുത്തിരുന്ന ടൈം അവിടെ തീർന്നു പോവാം, ലാപ്സ് ആയി പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ആ ഒരു ഓഫർ തീരുന്നതാണ്. മൂന്നാമത്തെ ബൈ ഫെയിലിയർ ടു ഫുൾഫിൽ എ കണ്ടീഷൻ പ്രസന്റ്. അപ്പം എന്താണ്? ഏതൊരു കണ്ടീഷൻ നമ്മുടെ ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫറിൽ ഏതൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും, ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ച് ആ ഒരു ഓഫർ കൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് ബൈ ഡെത്ത് ഓർ ഇൻസാലിറ്റി ഓഫ് ദ പ്രൊപ്പോസർ, നമ്മുടെ പ്രൊപ്പോസർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയി പോവുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഓഫർ ഇല്ലാണ്ടായി പോകും. നെക്സ്റ്റ് അഞ്ചാമത്തെ റിജക്ഷൻ ബൈ കൗണ്ടർ ഓഫർ. എന്താണ്? നമ്മുടെ ഒറിജിനൽ ഓഫർ ഇല്ലാണ്ടായി പോവാണ്, നമ്മളുടെ ഓഫർ ഏതെങ്കിലും ടേംസ് ഡീവിയേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചാൽ ഒരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ഇല്ലാണ്ടായി പോയിട്ട് പുതിയൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ പുതിയൊരു ഓഫർ അവിടെ വരികയാണ്. അപ്പോൾ അതാണ് റിജക്ഷൻ ബൈ കൗണ്ടർ ഓഫർ എന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഓഫർ അവിടെ ഇല്ലാണ്ടാക്കുകയാണ്, അങ്ങനെ ഒരു ഓഫർ ഇല്ലാണ്ടായി പോകും. ബൈ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ ഇൻ ദ പ്രിസ്ക്രൈബ് മോഡ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന മോഡിൽ അത് എന്താണ് ഓഫർ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ആയിട്ട് വേണം, ചിലപ്പോൾ സ്റ്റാമ്പ് വേണം. അപ്പോൾ അങ്ങനെ ഒരു മോഡിൽ ആ ഒരു പ്രിസ്ക്രൈബ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഓഫർ ലാപ്സ് ആയി പോകും അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകും. അപ്പോൾ 6 കാര്യങ്ങളുള്ളത്: നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, ലാപ്സ് ഓഫ് ടൈം, ഫെയിലിയർ ടു ഫുൾഫിൽ എനി കണ്ടീഷൻ, ബൈ ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദ പ്രൊപ്പോസർ, റിജക്ഷൻ ബൈ കൗണ്ടർ ഓഫർ ആൻഡ് ബൈ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മോഡ്. നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കൺസിഡറേഷൻ എന്നത്. നമുക്ക് എന്താണ് കൺസിഡറേഷൻ നോക്കാം. സോ വാട്ട് ഈസ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. നമ്മുടെ വാലിഡ് കോൺട്രാക്ട് ഏറ്റവും എസെൻഷ്യൽ എലമെന്റ് ആണ് കൺസിഡറേഷൻ എന്നത്. നമ്മൾ എസെൻഷ്യൽസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ യൂഷ്വലി ആൻ അഗ്രിമെന്റ് ബിക്കം വോയിഡ്. അപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ആ അഗ്രിമെന്റ് എന്താ? വോയിഡായി മാറും. അപ്പോൾ എന്താണ് കൺസിഡറേഷൻ? വെൻ വൺ പാർട്ടി പ്രോമിസസ് ടു സംതിങ്, ഏതെങ്കിലും പാർട്ടി പ്രോമിസ് ആണ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഹി ഹാസ് ടു ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ ദാറ്റ്. ആ ഒരു പ്രോമിസിന് ആ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും സംതിങ് റിട്ടേൺ കിട്ടണം. ദിസ് സംതിങ് റിട്ടേൺ ക്യാൻ ബി ടേംഡ് ആസ് എ കൺസിഡറേഷൻ. ആ സംതിങ് റിട്ടേൺ ആണ് എന്ത്? കൺസിഡറേഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. എന്താ? വെൻ വൺ പാർട്ടി പ്രോമിസസ് ടു ഡു സംതിങ് ഹി ഹാസ് ടു ഗെറ്റ് സംതിങ് റിട്ടേൺ ഫോർ ദാറ്റ് പ്രോമിസ്. ദിസ് സംതിങ് ഇൻ റിട്ടേൺ ക്യാൻ ബി ടേംഡ് ആസ് കൺസിഡറേഷൻ. 8th ക്വസ്റ്റ്യൻ ആണ്, പാർട്ടീസ് ഇൻ ദ കോൺട്രാക്ട് മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. എക്സ്പ്ലെയിൻ. ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നോക്കാം.
അപ്പോൾ ഈ 4th യൂണിറ്റ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസിലെ ഫുൾ ചാപ്റ്ററാണ് ഇത് ഉത്തരം എന്നത്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണിത്. നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ പാർട്ടീസ് ഇൻ ദ കോൺട്രാക്ട് മസ്റ്റ് ബി കോമ്പറ്റൻറ്റ് ടു കോൺട്രാക്ട് എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ കോമ്പറ്റൻ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആരൊക്കെ ഇൻകോമ്പറ്റൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കണം. ദ പാർട്ടീസ് ടു എഗ്രിമെന്റ് മസ്റ്റ് ഹാവ് ദ ലീഗൽ കപ്പാസിറ്റി ടു ക്രിയേറ്റ് എ കോൺട്രാക്ട്. എന്താണ്? നമ്മുടെ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പാർട്ടീസ് എന്തുണ്ടാവണം? ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവണം. അങ്ങനെ ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ അവർ ഇങ്ങനെ 3 കാര്യങ്ങൾ ഇൻകോമ്പറ്റൻ്റ് ആവാൻ പാടില്ല. മൈനർ ആവാൻ പാടില്ല, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല, അതുപോലെ തന്നെ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അങ്ങനെ മൈനർ ആവുകയോ അതുപോലെ തന്നെ അൺസൗണ്ട് മൈൻഡോ ലോ ഒന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ ഇല്ലാത്ത പേഴ്സൺ ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ലീഗൽ കപ്പാസിറ്റി ഉള്ള പാർട്ടീസ് എന്നത്. അങ്ങനെ ലീഗൽ കപ്പാസിറ്റി ഉള്ള പാർട്ടീസിന് മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. So first ആണ് minor. Who is a minor? A minor is a person who is not a major. According to the Indian Majority Act, a person who has not completed 18 years of age is a minor. അപ്പോൾ എന്താണ്? ആരാണ് മൈനർ? മേജർ അല്ലാത്ത ആൾക്കാരൊക്കെയാണ് മൈനർ. ഈ മേജർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഹു ഈസ് ഏജ് ഓഫ് 18. അപ്പോൾ 18 ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് മെജോറിറ്റി സെക്ഷനിലേക്ക് വെച്ചിട്ടുള്ള ഈ മേജർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ എന്താണ്, അപ്പോൾ 18 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ ഏർപ്പെട്ട അവർ എന്താണ് ലീഗലി കപ്പാസിറ്റി ഉള്ള പാർട്ടീസ് ആയിരിക്കുകയില്ല, ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുകയില്ല. നെക്സ്റ്റ് ആണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ആൻ എഗ്രിമെന്റ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് ഈസ് വോയിഡ്. അപ്പോൾ എന്താണ്, നമ്മൾ അൺസൗണ്ട് മൈൻഡ് ഉള്ള പേഴ്സണായിട്ട് എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റ് എല്ലാം വോയിഡ് ആയിരിക്കും. എ പേഴ്സൺ യൂഷ്വലി ഓഫ് എ അൺസൗണ്ട് മൈൻഡ് മേ മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. എപ്പോഴും അൺസൗണ്ട് മൈൻഡുള്ള പേഴ്സൺ എപ്പോഴും കോൺട്രാക്ട് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ സൗണ്ട് മൈൻഡ് ഉണ്ടാവും. പിന്നീടേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നം എന്തെങ്കിലും വന്നിട്ട് അൺസൗണ്ട് മൈൻഡായി മാറുന്നതാണ്. ഇനി ചില സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇതിലുള്ള ആൾക്കാരോടൊന്നും നമ്മൾ കോൺട്രാക്ട് ഏർപ്പെടാൻ പാടില്ല. ഇഡിയോസിസ് എന്താണ്? Idiocy means a person. An idiot is a person whose mental faculties are not fully developed. He is a person of arrested mental growth and the person could never enter into contact. അപ്പോൾ ഇഡിയോസി എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ ഗ്രോത്ത് ഇല്ലാത്ത പേഴ്സൺ ഇഡിയോസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കോൺടാക്ട് ഏർപ്പെടാൻ പാടില്ല. അടുത്ത ലുവൻസി. വെൻ എ പേഴ്സൺ ലോസസ് മെന്റൽ ബാലൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഡ്യൂ ടു റീസൺ ലൈക്ക് മെന്റൽ സ്ട്രെയിൻ ഡിസീസ് എക്സെട്ര. ഇതിനടുത്ത് എന്താണ്? ഒരു പെട്ടെന്ന് മെന്റൽ ബാലൻസ് ലോസ് ചെയ്ത പേഴ്സൺ, അയാൾക്ക് മെന്റൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ ഏത് ഡിസീസ് കാരണോ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് കാരണോ അദ്ദേഹത്തിന്റെ മെന്റൽ ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ലുവൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഡ്രങ്കന്നസ്. എ പേഴ്സൺ ഹു ഈസ് അണ്ടർ ദ ഹെവി ഇൻഫ്ലുവൻസ് ഓഫ് ഇൻടോക്സിക്കൻ ഈസ് ഇൻകേബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. അപ്പോൾ എന്താണ്, ടോക്സിക്സ് ആയിട്ടുള്ള ഡ്രഗ്സ് ആയിട്ടുള്ള എല്ലാത്തിനും വളരെയധികം ഹെവി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവർക്കൊന്നും അവർക്ക് ഒരിക്കലും സൗണ്ട് മൈൻഡ് ഉണ്ടാവുകയില്ല. അവർക്ക് ഇന്ന് പറഞ്ഞ കാര്യം നാളെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അവർ അങ്ങനത്തെ ആൾക്കാർ, അപ്പോൾ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോൺടാക്ട് ഏർപ്പെടാൻ പാടില്ല. ഡ്രങ്കന്നസ്, ഹെവി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരോട് നമ്മൾ ഏർപ്പെടാൻ പാടില്ല. നെക്സ്റ്റ് ആണ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ. നമ്മൾ ലോ പറയാൻ ഇന്ന ആൾക്കാരോടൊന്നും നമ്മൾ ഏർപ്പെടാൻ പാടില്ല, ഈ കോൺടാക്ട് ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നാമത്തെ ഏലിയൻ എനിമീസ്. ഇപ്പോൾ നമ്മുടെ കൺട്രി മറ്റൊരു കൺട്രി ആയിട്ട് ഇതിൽ വാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏലിയൻ എനിമിയിൽ മാറുകയാണ്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരിക്കലും കോൺടാക്ട് ഏർപ്പെടാൻ പാടില്ല. ഇപ്പോൾ നമ്മളുടെ എന്താണ് ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഒരിക്കലും കോൺടാക്ട് ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ കൺവിക്ട്സ് ക്രിമിനൽസ് ആൾക്കാരോടൊന്നും നമ്മൾ കോൺടാക്ട് ഏർപ്പെടാൻ പാടില്ല. കൺവിക്ട് ഇസ് എ പേഴ്സൺസ് അണ്ടർഗോയിങ് ഇംപ്രിസ്മെന്റ്. അപ്പോൾ എന്താണ്, ജയിലിൽ കിടക്കുന്ന ആൾക്കാരോടൊപ്പം നമ്മൾ ഒരിക്കലും ഒരു കോൺടാക്ട് ഇടാൻ പാടില്ല, അത് വാലിഡ് ആവുകയില്ല. ഇതെല്ലാമാണ് മെയിൻ കാര്യങ്ങൾ. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൽ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാണെങ്കിൽ നമുക്കൊരു 50 മാർക്സ് അറ്റീവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കൊറീഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. ഈ 4 കാര്യങ്ങളുടെ എന്താണ് വാട്ട് ഈസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് വാട്ട് ഈസ് കൊറീഷൻ, വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, വാട്ട് ഈസ് ഫ്രോഡ്, വാട്ട് ഈസ് മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് കൊയീഷൻ. എന്താണ് കൊയീഷൻ? കൊയീഷൻ ഈസ് ദ കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ എന്താണ്, കമ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ത്രെറ്റനിങ് ടു കമ്മിറ്റ്, നിർബന്ധിച്ച് കമ്മിറ്റ് ചെയ്യുക, ആൻഡ് ആക്ട് വിച്ച് ഈസ് ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. IPC എന്താണ് ഫോർബിഡൻ ചെയ്ത ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ തെറ്റം ചെയ്യുകയോ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് കൊയീഷൻ എന്നത്. നെക്സ്റ്റ് ആണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. എന്താണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? If the person who is having the dominant position uses that position to obtain an unfair advantage over the weaker one by inducing him to enter into a contract, it can be termed as undue influence. അപ്പോൾ എന്താണ്, if one party who has a dominant position, ഒരു ഡൊമിനന്റ് പൊസിഷൻ ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ അൺഫെയർ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുക, ആരുടെ മേത്ത്, വീക്കർ വണ്ണിൻ്റെ മേത്ത് യൂസ് ചെയ്യുകയും അങ്ങനെ ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഡൊമിനന്റ് പൊസിഷൻ വച്ച് ഒരു വീക്കർ പേഴ്സണെ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുകയാണെങ്കിൽ അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നത്. നെക്സ്റ്റ് ആണ് ഫ്രോഡ്. എന്താണ് ഫ്രോഡ്?
Fraud is the willful representation made by a party to a contract with intention to deceive the other party or to induce such party to enter into a contract. മനഃപൂർവ്വം തെറ്റ് പറഞ്ഞു കൊടുത്ത് ഒരു പാർട്ടീനെ ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ എന്താണ് ഇന്റന്റ് ടു ഡിസീവ് ദ അതർ പാർട്ടി മറ്റൊരു പാർട്ടീനെ പറ്റിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മനഃപൂർവ്വം വിൽഫുൾ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയോ ഒരു പാർട്ടീനെ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ അടുത്ത പാർട്ടീനെ നമ്മൾ എന്താണ് പറ്റിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫ്രോഡ് എന്നത്. നെക്സ്റ്റ് മിസ്റെപ്രസെൻറ്റേഷൻ. ആദ്യം എന്താ റെപ്രസെൻറ്റേഷൻ നോക്കാം. റെപ്രസെൻറ്റേഷൻ മീൻസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് മെയ്ഡ് ബൈ വൺ പാർട്ടി ടു ദ അതർ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. അപ്പോൾ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഫാക്ട്സ്, നമ്മളുടെ ആ ഒരു സബ്ജക്ട് മാറ്ററെ പറ്റി നമ്മൾ പറയുന്ന ഫാക്ട്സ് ഒന്നില്ലെങ്കിൽ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുമ്പ് നമ്മൾ പറയുന്ന ഫാക്ട്സ് നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദിസ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി വിത്ത് റിഗാർഡ് ഓഫ് സം എക്സിസ്റ്റിംഗ് ഫാക്ട് ഓർ സം പാസ്റ്റ് ഈവൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഫാക്ട് എന്നത് കുറച്ച് എക്സിസ്റ്റിംഗ് ആയിരിക്കണം അല്ലെങ്കിൽ അത് പാസ്റ്റ് നടന്ന കാര്യമായിരിക്കണം. വിച്ച് മെറ്റീരിയൽ ഇൻഡ്യൂസ് എ ഫോർമേഷൻ ഓഫ് എഗ്രിമെന്റ്. കാരണം എന്താണ്, ഇത് നമ്മുടെ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇഫ് ദ റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ഇസ് സ്ട്രോങ് ദോ ഇന്നസെന്റ്. നമ്മൾ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ തെറ്റാണെങ്കിൽ, പക്ഷെ ഇന്നസെന്റ് നമ്മൾ മനഃപൂർവ്വം തെറ്റ് പറഞ്ഞു കൊടുത്തല്ല, നമുക്കത് അറിയാണ്ടേ വന്ന് തെറ്റാണെങ്കിൽ അതാണ് സിംപ്ലി മിസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. അതിനെ ഇന്നസെന്റ് മിസ് റെപ്രസെൻറ്റേഷൻ. പക്ഷേ വിൽഫുൾ ആയിട്ടുള്ള മിസ് റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്, ഫ്രോഡ് എന്നത്. ഇന്നസെന്റ് ആയിട്ടുള്ള വരുന്ന മിസ് റെപ്രസെൻറ്റേഷൻ അതാണ് സിമ്പിൾ മിസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള മിസ് റെപ്രസെൻറ്റേഷൻ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കൊയീഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതിന് ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഡിഫറൻസ് ആണ്, കൊയീഷൻ എന്താണ്, ഒരു ഫിസിക്കൽ ഫോഴ്സ് ആണ്. കൊയീഷൻ ഒരു ഫിസിക്കൽ ഫോഴ്സ് ആണ്. എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നൊരു മെന്റൽ അല്ലെങ്കിൽ മോറൽ പ്രഷർ ആണ്. രണ്ടാമത്തത് അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസിലാണെങ്കിൽ റിലേഷൻഷിപ്പ് വേണം. എന്നാൽ കൊയീഷന് അതിനകത്ത് റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. മൂന്നാമത്തെയാണ് കൊയീഷനിൽ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്, എന്നാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ ഒരു ക്രിമിനൽ ലയബിലിറ്റി ഒന്നുമില്ല. നാലാമത്തെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പെർസെപ്ഷൻ വേണം. അൺഡ്യൂ ഇൻഫ്ലുവൻസിലാണെങ്കിൽ ഒരു പെർസെപ്ഷൻ വേണം, എന്നാൽ കൊയീഷനകത്ത് ഒരു പെർസെപ്ഷൻ്റെ ആവശ്യമില്ല. ഇതാണ് 4 പോയിന്റ്സ്. അപ്പോൾ കൊയീഷൻ ആണെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് ആണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ മോറൽ പ്രഷർ ആണ്. രണ്ടാമത്തത് ഒരു റിലേഷൻഷിപ്പ് വേണം, അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമില്ല കൊയീഷൻ്റെ കേസാണെങ്കിൽ. മൂന്നാമത്തെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവും കൊയീഷൻ്റെ കേസിൽ, അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല. നാലാമത്തത് ഒരു പെർസെപ്ഷൻ വേണം, അൺഡ്യൂ ഇൻഫ്ലുവൻസ് കേസിലാണെങ്കിൽ ഇവിടെ പെർസെപ്ഷൻ്റെ ആവശ്യമില്ല കൊയീഷനിൽ. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് മോഡ്സ് ബൈ വിച്ച് എ കോൺട്രാക്ട് ക്യാൻ ബി ഡിസ്ചാർജ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് മീൻസ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട് റിലേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്ട് റിലേഷൻഷിപ്പിൽ ടെർമിനേഷൻ വരുത്താണെങ്കിൽ അതാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്നത്. ഈ ഡിസ്ചാർജ് നമുക്ക് 6 വേസ് നടത്താം. ബൈ പെർഫോമൻസ്, ബൈ എഗ്രിമെന്റ്, ബൈ ഇംപോസിബിലിറ്റി, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഒന്നാമത്തെയാണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്നത്. വെൻ ദ പാർട്ടീസ് ടു കോൺട്രാക്ട് ഫുൾഫിൽ ദ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ ദ കോൺട്രാക്ട് ഗെറ്റ്സ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. നമ്മുടെ കോൺട്രാക്റ്റിലെ പാർട്ടീസ് അവരുടെ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ് ബൈ എഗ്രിമെന്റ്. എ കോൺട്രാക്ട് ഇസ് ക്രിയേറ്റഡ് ബൈ എഗ്രിമെന്റ്. നമുക്കറിയാം കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെന്റ് വഴിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ എഗ്രിമെന്റ് വെച്ച് ഡിസ്ചാർജ് നോക്കാം. ഒന്നാമത്തെ നൊവേഷൻ. നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എ ന്യൂ കോൺട്രാക്ട് ഇൻ ദ പ്ലേസ് ഓഫ് ഓൾഡ് കോൺട്രാക്ട്. അപ്പോൾ എന്താ നൊവേഷൻ, നമ്മുടെ പഴയ കോൺട്രാക്ട് മാറ്റി ഒരു പുതിയ കോൺട്രാക്ട് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് നൊവേഷൻ എന്നത്. അടുത്ത റിസഷൻ. പാർട്ടീസ് ടു കോൺട്രാക്ട് മേ ഡിസൈഡ് ടു ക്യാൻസൽ എ കോൺട്രാക്ട് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വൽ കൺസെന്റ് ആൻഡ് കൺസിഡറേഷൻ. മ്യൂച്വൽ കൺസെന്റോടെയോ കൺസിഡറേഷനോടെയോ നമ്മുടെ പാർട്ടീസ് തീരുമാനിക്കുകയാണ് എന്ത്, ഈ കോൺട്രാക്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് റിസഷൻ എന്നത്. അടുത്താണ് ഓൾട്ടറേഷൻ. എന്താ ഓൾട്ടറേഷൻ? Alteration of a contract takes place when one or more of the terms of a contract is altered by mutual consent of the parties to a contract. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിലെ 1-2 ടേംസ് മാറ്റുകയാണെങ്കിൽ അത് മ്യൂച്വൽ കൺസെന്റോടെ മാറ്റുകയാണെങ്കിൽ അതാണ് ഓൾട്ടറേഷൻ എന്നത്. എന്താ റെമിഷൻ? ഇറ്റ് മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് എ ലെസ്സർ പെർഫോമൻസ് ദാൻ വാട്ട് വാസ് ഡ്യൂ അണ്ടർ ദ ഒറിജിനൽ കോൺട്രാക്ട്. നമ്മുടെ ഒറിജിനൽ കോൺട്രാക്ട് എഴുതിയേക്കാളും കുറച്ച് പെർഫോമൻസ് മാത്രം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അത് മാത്രം ചെയ്യാമെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് റെമിഷൻ എന്നത്. അടുത്ത വേവർ. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് അബോൺമെന്റ് ഓഫ് ദ റൈറ്റ് വിച്ച് പാർട്ടീസ് എ കോൺട്രാക്ട് മ്യൂച്വലി ഹാവ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ എന്താണ്, നമ്മൾ മനഃപൂർവ്വം നമ്മുടെ പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു മ്യൂച്വൽ റൈറ്റ്സ് നമ്മൾ വേണ്ടാന്നൊക്കെയാണെങ്കിൽ അതാണ് വേവർ എന്നത്. അടുത്ത മെർജർ. മെർജർ ടേക്സ് പ്ലേസ് വെൻ ആൻ ഇൻഫീരിയർ റൈറ്റ് അക്വയറിംഗ് ടു എ പാർട്ടി അണ്ടർ എ കോൺട്രാക്ട് മെർജ് ടു സുപ്പീരിയർ റൈറ്റ് അക്വയറിംഗ് പാർട്ടി സെയിം പാർട്ടി ഓർ സം അതർ കോൺട്രാക്ട്. അപ്പോൾ നമ്മുടെ ഒരു കോൺട്രാക്റ്റിൽ എന്താണ്, ഒരു പാർട്ടി മെർജ് ഇൻ ടു സുപ്പീരിയർ ഇൻഫീരിയർ റൈറ്റുള്ള ഒരു പാർട്ടി ഒരു സുപ്പീരിയർ ആയിട്ടുള്ള പാർട്ടിയിലേക്ക് മാറുകയാണ്. ഒന്നില്ലെങ്കിൽ ആ സെയിം കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺട്രാക്റ്റിൽ അങ്ങനെ മാറുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെർജർ എന്നത്.
നെക്സ്റ്റ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ് ഒന്നാമത്തെ. ഇമ്പോസിബിളി നോൺ ടു ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട്. ഈ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാൻ ഇമ്പോസിബിൾ ആണ് എന്ന കാര്യം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോസിബിലിറ്റീസ് എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് രണ്ട് പാർട്ടീസിനും അറിയാം. ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അറിയാം. രണ്ടാമത് ഇമ്പോസ് അൺനോൺ ടു ദ പാർട്ടി ദ ടൈം ഓഫ് മേക്കിംഗ് കോൺട്രാക്ട്. പാർട്ടീസിന് അറിയില്ല ഇതിന്റെ ഇമ്പോസിബിലിറ്റീസ് എന്തെല്ലാമാണെന്ന് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത്. മൂന്നാമത്തെ ഇമ്പോസിബിൾ നോൺ ടു ദ പ്രോമിസർ ഓൺലി. പ്രോമിസറിന് മാത്രമേ ഇതിന്റെ ഇമ്പോസിബിലിറ്റീസ് അറിയുള്ളൂ. ഇമ്പോസിബിലിറ്റി വിച്ച് അറൈസ് സബ്സിക്വന്റ് ടു ദ ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇമ്പോസിബിലിറ്റി അറൈസ് ചെയ്യുകയാണെങ്കിൽ only when the impossibility is caused by circumstances beyond the control of the parties, it is called എന്താണ് പോസ്റ്റ് കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സൂപ്പർവെയിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഇങ്ങനൊരു ഇമ്പോസിബിലിറ്റി അറൈസ് ചെയ്യണമെങ്കിൽ എന്താണ്, അത് നമ്മുടെ ആ ഒരു പാർട്ടീസിൻ്റെ കൺട്രോൾ അല്ലാതെ അറൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ ഉണ്ടായ സർക്കംസ്റ്റാൻസിൽ നിന്നുണ്ടായ ഒരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി ആണ്. അങ്ങനെയുള്ള ഇമ്പോസിബിലിറ്റി വിളിക്കുന്ന പേരാണ് സൂപ്പർവെയിങ് ഇമ്പോസിബിലിറ്റി എന്ന്, അല്ലെങ്കിൽ പോസ്റ്റ് കോൺട്രാക്ച്വൽ ഇമ്പോസിബിലിറ്റി എന്നത്. നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. നമുക്കറിയാം, നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടൈം പീരീഡ് ലാപ്സ് ആയി പോവുകയാണെങ്കിൽ, അത് എക്സ്പയർ ആയി പോവുകയാണെങ്കിൽ നമുക്കവിടെ പറയാം ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന്. നെക്സ്റ്റ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അത് 3 കാര്യങ്ങളുണ്ട്. ബൈ ഡെത്ത്, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോമിസിയോ മരിച്ചു പോവുകയാണെങ്കിൽ അവിടെ തീരും. ബൈ ഇൻസോൾവൻസി, ഇതിലൊരു പാർട്ടി ഇൻസോൾവൻ്റ് ആയി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ഓൾട്ടറേഷൻ, നമ്മുടെ ഒരു കോൺട്രാക്റ്റിൽ അൺഓതറൈസ്ഡ് തെറ്റായ രീതിയിലൊരു ഓൾട്ടറേഷൻ വരുത്തുകയാണെങ്കിൽ അതും ലോ തന്നെ അതിന് ഡിസ്ചാർജ് ചെയ്ത് കളയുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്കിംഗ് ഓഫ് എ കോൺട്രാക്ട് ഒബ്ലിഗേഷൻ ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് വിത്തൗട്ട് ലോഫുൾ എക്സ്ക്യൂസ്. ഒരു ലോഫുൾ എക്സ്ക്യൂസ് ഇല്ലാണ്ട് നമ്മുടെ കോൺട്രാക്ട് ഒബ്ലിഗേഷൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഏതൊരു പാർട്ടി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നത്. 2 ടൈപ്പ് ഉണ്ട്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡാമേജ് എന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആണ് ഇപ്പോൾ എന്താണ് ഡാമേജ് എന്നത്. ഡാമേജ് ആർ എ മോണിറ്ററി കോമ്പൻസേഷൻ അലോഡ് ബൈ ദ കോർട്ട് ടു ദ ഇൻജേർഡ് പാർട്ടി ഫോർ ദ ലോസ് ഓർ ഇഞ്ചുറി സഫേർഡ് ബൈ ഹിം ബൈ ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കാരണം ഏതൊരു പാർട്ടിക്ക് ഇഞ്ചേർഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊരു ലോസ് സംഭവിച്ചു, ഇഞ്ചുറി ലോസ് തന്നെയാണ് കേട്ടോ, ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന മോണിറ്ററി കോമ്പൻസേഷൻ ആണ് ഡാമേജ് എന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് കോർട്ടാണ്. കോർട്ട് അലോ ചെയ്യുന്ന മോണിറ്ററി കോമ്പൻസേഷൻ ആണ് ഡാമേജ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇ കോൺട്രാക്ട് എന്നത്. കോൺട്രാക്ട് ഈസ് ആൻ എൻഫോഴ്സിബിൾ എഗ്രിമെന്റ്. നമുക്കറിയാം ഒരു എൻഫോഴ്സിബിൾ എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട് എന്നത്. ആൻ എൻഫോഴ്സിബിൾ എഗ്രിമെന്റ് എൻറ്റർഡ് ഇൻ ടു വിത്ത് ദ മീഡിയേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇന്റർനെറ്റ് കുഡ് ബി ടേംഡ് ആസ് ഇ കോൺട്രാക്ട്. അപ്പോൾ ഇങ്ങനൊരു എഗ്രിമെന്റ്, എൻഫോഴ്സിബിൾ എഗ്രിമെന്റ് നമ്മൾ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഐടിയോ ഇന്റർനെറ്റോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇ കോൺട്രാക്ട് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബെയിൽമെന്റ്. എന്താണ് ബെയിൽമെന്റ് നോക്കാം. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The delivery of goods by one person to another for some purpose upon a contract that they shall, when the purpose is accomplished, be written or otherwise disposed of according to the direction of the person delivering them. അപ്പോൾ എന്താണ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ 1 person to another. ഒരു വ്യക്തി മറ്റൊരു പേഴ്സണിന് ഗുഡ്സ് ഡെലിവറിയാണ്. അപ്പോൾ എ കോൺട്രാക്ട് ദാറ്റ്, എന്താണ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, വെൻ ദ പർപ്പസ് ഇസ് അക്കംപ്ലിഷ്, നമ്മുടെ പർപ്പസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ആരാണോ ഡെലിവർ ചെയ്തത് ആ പേഴ്സന്റെ ഡയറക്ഷൻ പോലെ നമ്മൾ ആ ഗുഡ്സ് ഡിസ്പോസ് ചെയ്യും. അതാണ് ബെയിൽമെന്റ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ബെയിലറിന്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആണ്. ഒന്നാമത്തെ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, ഫസ്റ്റ് വൺ ആണ് ടു ഡിസ്ക്ലോസ് നോൺ ഫോൾട്ട്. നമ്മുടെ ഗുഡ്സിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബെയിലിയോട് അത് ഡിസ്ക്ലോസ് ചെയ്യണം. രണ്ടാമത് ടു ബിയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഓഫ് ബെയിൽമെന്റ്. നമ്മുടെ ബെയിൽമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വരാണെങ്കിൽ അതെല്ലാം ബിയർ അല്ലെങ്കിൽ മീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബെയിലറാണ്. ടു ഇൻഡിമിഫൈ ബെയിലി. ഇപ്പം നമ്മുടെ ബെയിലറിന് നമ്മുടെ ഗുഡ്സിന് മേലൊരു ഡിഫക്റ്റീവ് ടൈറ്റിൽ ഉള്ളെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ബെയിലി ആയിരിക്കും പിന്നെ അത് സഫർ ചെയ്യേണ്ടി വരുന്നത്. ആ ഗുഡ്സ് യൂസ് ചെയ്യുമ്പോൾ ബെയിലിക്ക് പല ലോസും വരും. അപ്പോൾ ആ ലോസൊക്കെ ഇല്ലാണ്ടായി കളയേണ്ടത് ബെയിലറിന്റെ ഉത്തരവാദിത്തമാണ്. ദെൻ ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. അപ്പോൾ ബെയിലി ഗുഡ്സ് കൊടുക്കുന്ന ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബെയിലിയുടെ കയ്യിൽ നിന്ന് ബെയിലർ ആ ഗുഡ്സ് തിരിച്ചു മേടിക്കണം. അതാണ് ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. നെക്സ്റ്റ് ആണ് റൈറ്റ്സ്. ഒന്നാമത്തെ എൻഫോഴ്സ്മെന്റ് ഓഫ് ബെയിലീസ് ഡ്യൂട്ടി. ബെയിലിയുടെ ഡ്യൂട്ടി എല്ലാം ബെയിലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കേണ്ടത് ബെയിലറിന്റെ ഉത്തരവാദിത്തമാണ്. ടെർമിനേഷൻ ഓഫ് ബെയിൽമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായി ടെർമിനേറ്റ് ചെയ്യേണ്ടത് ബെയിലറിന്റെ ഉത്തരവാദിത്തമാണ്. ടു ഗെറ്റ് ബാക്ക് ഗുഡ്സ് ലെൻഡ് ഗ്രാജുവേഷൻ. അപ്പോൾ എന്താണ് എന്തെങ്കിലും ഗുഡ്സ് നമ്മൾ ഗുഡ്സ് കൊടുക്കാതെ ചെയ്യണമല്ലോ, അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല, ആകെ പൊസിഷൻ മാത്രം കൊടുക്കുന്നത്. അത് തിരിച്ച് മേടിക്കേണ്ടത് നമ്മുടെ ബെയിലറിൻ്റെ റൈറ്റ് ആണ്. റൈറ്റ് ടു ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് എനി റോങ് ഡൂവർ. അപ്പോൾ നമ്മുടെ ബെയിലിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ
അപ്പോൾ എന്ത് ചെയ്യാം, ബെയിലറിന് അതിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബെയിലർ ബെയിലിക്ക് ഗുഡ്സ് വരും, ബെയിലി അത് വേറൊക്കെ മറിച്ച് വെക്കുകയാണെങ്കിൽ തെറ്റാണ്. അപ്പോൾ അങ്ങനെ കേസിൽ ബെയിലിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാമാണ് റൈറ്റ്സ് ഓഫ് ബെയിലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്? ആരാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്നത്? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ പേഴ്സൺ ഹു ഫൈൻഡ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്ക് ദം ഇൻ ടു ഹിസ് പൊസിഷൻ ഈസ് കോൾഡ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അപ്പോൾ വേറൊരു വ്യക്തിയുടെ ഗുഡ്സ് അദ്ദേഹത്തിന് കിട്ടുകയും അത് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. എ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഇസ് സബ്ജക്ട് ടു ദ സെയിം റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബെയിലി. അപ്പോൾ ബെയിലിയുടെ അതേ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി? A contract of guarantee is a contract to perform the promise or to discharge the liability of a third person in case of his default. അപ്പോൾ കോൺട്രാക്ട് ഗ്യാരണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോമിസ് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയോ നമ്മൾ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്നത്. അപ്പോൾ എ പേഴ്സൺ ഹു ഗീവ് ദ കോൺട്രാക്ട് ഇസ് കോൾഡ് സ്യൂരിറ്റി. ആരാണോ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അയാൾ സ്യൂരിറ്റി. ദ പേഴ്സൺ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡീഫോൾട്ട്, ആരുടെ ഡീഫോൾട്ട് മൂലമാണോ ഈ ഗ്യാരണ്ടി ഉണ്ടാക്കുന്നത് അതാണ് പ്രിൻസിപ്പൽ ഡെറ്റർ. ദെൻ ദ പേഴ്സൺ ടു ഹും ദ ഗ്യാരണ്ടി ഇസ് ഗിവൺ, ആർക്കാണ് നമ്മൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ക്രെഡിറ്റർ. അപ്പോൾ പേഴ്സൺ ആരാണോ ഗ്യാരണ്ടി ഉണ്ടാക്കുന്നത് സ്യൂരിറ്റി, ആരുടെ കാരണമാണോ നമ്മൾ ഗ്യാരണ്ടി ഉണ്ടാക്കിയത് അദ്ദേഹമാണ് പ്രിൻസിപ്പൽ ഡെറ്റർ, ആൻഡ് ആർക്കാണ് നമ്മൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ക്രെഡിറ്റർ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി. ഫസ്റ്റ് ഒന്നാണ് നമ്പർ ഓഫ് പാർട്ടീസ്. കോൺട്രാക്ട് ഇൻഡിമിനിറ്റി ആണെങ്കിൽ അവിടെ 2 പാർട്ടീസ് ഉണ്ടാവുള്ളൂ, എന്നാൽ ഗ്യാരണ്ടി ആണെങ്കിൽ അവിടെ 3 പാർട്ടീസ് ഉണ്ടാവും. നമ്പർ ഓഫ് കോൺട്രാക്ട് ഇൻഡിമിനിറ്റിയുടെ കേസിലാണെങ്കിൽ അവിടെ ഒറ്റൊരു കോൺട്രാക്ട് ഉണ്ടാവുള്ളൂ, 1 കോൺട്രാക്ട് ഉള്ളി. എന്നാൽ ഗ്യാരണ്ടിയുടെ കേസിലാണെങ്കിൽ അവിടെ 3 കോൺട്രാക്ട്സ് ഉണ്ടാവും. നേച്ചർ ഓഫ് ലയബിലിറ്റി ഒക്കെ ആണെങ്കിൽ ഇൻഡിമിനിറ്റിയിൽ പ്രൈമറി ലയബിലിറ്റി ഉണ്ടാവുക, എന്നാൽ നമ്മുടെ ഗ്യാരണ്ടിയിലാണെങ്കിൽ സെക്കൻഡറി ലയബിലിറ്റി ഉണ്ടാവുക. അവിടെ പ്രൈമറി ലയബിലിറ്റി കാണുക ആകെ പ്രിൻസിപ്പൽ ലെറ്ററിന് മാത്രമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി? ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി ആ ഒന്നാമത്തെയാണ് സ്പെസിഫിക് ഗ്യാരണ്ടി. വെൻ എ ഗ്യാരണ്ടി എക്സ്റ്റെൻഡ് ടു എ സിംഗിൾ ട്രാൻസാക്ഷൻ ഓർ ഡെറ്റ് ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഓർ സിമ്പിൾ ഗ്യാരണ്ടി. നമ്മൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണെങ്കിൽ ആ സ്പെസിഫിക് ഗ്യാരണ്ടി എന്നത്, അല്ലെങ്കിൽ നമ്മളിതിന് സിമ്പിൾ ഗ്യാരണ്ടി എന്ന് വിളിക്കും. നെക്സ്റ്റ് ആണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. വെൻ എ ഗ്യാരണ്ടി എക്സ്റ്റെൻഡ് ടു എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. നമ്മളൊരു സീരീസ് ഓഫ് ട്രാൻസാക്ഷനിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളതെങ്കിൽ അതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്നത്. നെക്സ്റ്റ് ആണ് റിട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. ഇറ്റ്സ് എ ഗ്യാരണ്ടി ഗീവൺ ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഡെറ്റ് ഓർ ഒബ്ലിഗേഷൻ. നിലവിലുള്ള ഡെറ്റിനോ ഒബ്ലിഗേഷനോ വേണ്ടി ഉള്ള ഗ്യാരണ്ടിയാണ്, അതാണ് റിട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്നത്. പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്യാരണ്ടി ഗിവൺ ഫോർ എ ഫ്യൂച്ചർ ഡെറ്റ് ഓർ ഒബ്ലിഗേഷൻ. ഭാവിയിൽ വരാൻ പോകുന്ന ഡെറ്റോ ഒബ്ലിഗേഷനോ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്നത്. നെക്സ്റ്റ് ആണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി. ഇറ്റ്സ് എ ഗ്യാരണ്ടി ഗിവൺ ഫോർ ദ ഗുഡ് കണ്ടക്ട് ഓർ ഓണസ്റ്റ് ഓഫ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഓഫീസ്. നമ്മൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ ഓണസ്റ്റിക്കോ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ട് നല്ല പെരുമാറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്നത്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്രിയേഷൻ ഓഫ് ഏജൻസി. ഇതൊരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്രിയേഷൻ ഓഫ് ഏജൻസിയിലെ പോയിന്റ്സ് എന്ന്. ഫസ്റ്റ് ആണ് ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ്. ആൻ എഗ്രിമെന്റ് അപ്പോയിന്റഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ഇസ് കോൾഡ് എക്സ്പ്രസ് ഏജൻസി. നമ്മൾ ഏജന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് വേർഡ്സ് നമ്മൾ ഒരു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ എഗ്രിമെന്റ് വെച്ചാണ് നമ്മൾ അവിടെ ഏജൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എക്സ്പ്രസ് ഏജൻസി എന്നത്. ദെൻ ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ്. വെൻ ഏജൻസി അറൈസ് ഫ്രം ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ഓർ ഇൻഫർ ഫ്രം സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ഇറ്റ് ഈസ് കോൾഡ് ഇംപ്ലൈഡ് ഏജൻസി. നമ്മൾ പാർട്ടീസിന്റെ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ അപ്പോഴത്തെ സർക്കംസ്റ്റൻസിൽ നിന്നോ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്തൊരു ഏജൻസിയാണ് ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെന്റ് എന്നത്. അതിന് കീഴിൽ കുറേ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഏജൻസി ബൈ എസ്റ്റോപ്പിൽ എന്നത്. വേർ എ പേഴ്സൺ നോയിങ്ലി പെർമിറ്റ് അനദർ പേഴ്സൺ ടു ആക്ട് ആസ് ഹിസ് ഏജന്റ് ഹി വിൽ ബി ബൗണ്ട് ഓൾ ദോസ് റൈറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. Third person who entered into agreement with that person are entitled to assume that the person who acts as an agent has authority to represent the principal. The principal is estopped from denying the validity of the act of the agent on him. എന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പൾ പറയാണ് ആ പേഴ്സൺ നോയിങ്ലി പെർമിറ്റ് ചെയ്യാണ് ഒരു പേഴ്സണെ ഏജന്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. ശരിക്കും ഇവർ തമ്മിലൊരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ഇല്ല, എന്നാൽ ഇദ്ദേഹം വേറൊരു വ്യക്തിയോട് പറയാണ് നീ എൻ്റെ ഏജന്റായിട്ട് ആക്ട് ചെയ്താൽ പറയണം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഏജന്റ് പോലെ ആവാം.
തേർഡ് പാർട്ടി ഇൻ കേസ് ഇത് ഏജൻ്റാന്ന് കരുതി തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും അത് സാങ്ഷൻ ആവുകയാണെങ്കിൽ പിന്നെ ഈ ഏജൻറ്റ് ഇയാൾ പറയുകയാണ് ഞാൻ ഇയാളുടെ ഏജൻറ്റ് എന്നല്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഈ സാധനം ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ് ഒറ്റയ്ക്ക് നേടാണെങ്കിൽ ആ ടൈമിൽ പ്രിൻസിപ്പളിന് ഇദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ ഒന്നും സാധിക്കില്ല. കാരണം പ്രിൻസിപ്പളിനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇയാൾ ഏജൻ്റ് ആയത്. കാരണം എന്താണ്, ശരിക്കും പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഏജൻ്റ് ആയിട്ട് ഏർപ്പെട്ട ഏത് കോൺട്രാക്റ്റിൻ്റെയും ബെനിഫിറ്റ് പ്രിൻസിപ്പൾ കിട്ടുള്ളൂ. അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ആ ഫുൾ ബെനിഫിറ്റും ഏജൻറ്റ് തന്നെ കിട്ടും. നെക്സ്റ്റ് ആണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഏജൻസി ബൈ എസ്റ്റോപ്പിൽ. എസ്റ്റോപ്പിൽ പോലെ തന്നെ ഒരു ഇതാണ് ഈ ഹോൾഡിംഗ് ഔട്ട് എന്നത്. സം ടൈം പ്രയർ പൊസിഷൻ ഓർ അഫർമേറ്റീവ് ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രിൻസിപ്പൽ മെല്ലഡ് അനദർ പേഴ്സൺ ടു ബിലീവ് ദാറ്റ് ദർ ഇസ് ആൻ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. ചില സമയത്ത് ഈ ഒരു രണ്ട് വ്യക്തികളുടെ പെരുമാറ്റം തോന്നുകയാണ് ഇവരൊരു ഒരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻ ആണെന്ന് തോന്നുകയും ആ ഏജന്റിനോട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയും തേർഡ് പാർട്ടി വന്നിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സർവൻറ്റ്, ആ വ്യക്തി ആ സർവനോടാണ് എല്ലാ കാര്യങ്ങളും ബിസിനസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർ കരുതും ഇതൊരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണെന്നും ഇദ്ദേഹമായിട്ട് കോൺട്രാക്ട് ഏർപ്പെട്ടാൽ മതി അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഏർപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പിന്നെ കേസ് കൊടുക്കാനൊന്നും സാധിക്കില്ല. അതാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. അടുത്ത ഏജൻസി ബൈ നെസസിറ്റി. സം ടൈം എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് റിക്വയർഡ് ദാറ്റ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് റിയലി ആൻ ഏജന്റ് ഷുഡ് ആക്ട് ആസ് എൻ ഏജന്റ് ഓഫ് അനദർ. ചില അവസരങ്ങൾ, ചില എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസ്, നമ്മുടെ കൺട്രോൾ അല്ലാത്ത അവസരങ്ങളിൽ ചിലപ്പോൾ ചില പേഴ്സണ് ആക്ട് ചെയ്യേണ്ടി വരും, ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. അതാണ് ഏജന്റ് ബൈ നെസസിറ്റി എന്നത്. നെക്സ്റ്റ് ആണ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. സം ടൈം ഏജൻസി മേ അറൈസ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ചില സമയത്ത് ലോ തന്നെ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആരെയും മാറും, അത് അവരുടെ പ്രൊമോട്ടേഴ്സായി മാറും. ആ കമ്പനി ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ പ്രൊമോട്ടേഴ്സ്, അവർ ഏജന്റായി മാറുകയാണ് കമ്പനിയുടെ. അങ്ങനെ ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രൊമോട്ടേഴ്സ് ആ ഓപ്പറേഷൻ ലോയുടെ കേസോടെ അവരെന്തേ മാറാണ്, അവർ അവിടുത്തെ ഏജന്റായി മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ് അവരെ ഏജൻസി ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് എ സബ് ഏജന്റ് എന്നത്. A sub-agent is a person employed by and acting under the control of the original agent in the business of agency. ബിസിനസ് ഓഫ് ഏജൻസിയിൽ ഒരു ഒറിജിനൽ ഏജൻറ്റ് കീഴെ എംപ്ലോയ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴെ വർക്ക് ചെയ്യുന്ന വേറൊരു ഏജൻ്റാണ് സബ് ഏജൻറ്റ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ബെയിൽമെൻറ്റ്. ഫസ്റ്റ് ഡിഫറൻസ് ആണ്, ഇൻ സെയിൽ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ബയർ. സെയിലിൻ്റെ കേസിലാണ് എന്താണ്, ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവും. ബട്ട് ഇൻ കേസ് ഓഫ് ബെയിൽമെൻറ്റ് ഓൺലി പൊസിഷൻ ഈസ് ട്രാൻസ്ഫർഡ്. ആ ഗുഡ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ട്രാൻസ്ഫർ ആവും, അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. ഇൻ എ സെയിൽ ദ ബയർ ഹാസ് നോ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദ ഗുഡ്സ്. സെയിലിൻ്റെ കേസിലാണെങ്കിൽ ബയറിന് ഒബ്ലിഗേഷൻ ഇല്ല, ഗുഡ്സ് റിട്ടേൺ ചെയ്യണമെന്നൊരു ഒബ്ലിഗേഷൻ ഇല്ല. പക്ഷേ ബെയിൽമെൻറ്റ് കേസിലാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഗുഡ്സ് ഒന്നില്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ ബെയിലറിൻ്റെ ഡയറക്ഷൻ പോലെ അത് ഡിസ്പോസ് ചെയ്യണം. മൂന്നാമത്തെ, ഇൻ എ സെയിൽ ദർ ഷുഡ് ഓൾവേസ് ബി കൺസിഡറേഷൻ ദ ഫോം ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ്. സെയിലിൻ്റെ കേസിലാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ കൺസിഡറേഷൻ വേണം, അതെങ്ങനെയാണ് പ്രൈസ് ഓഫ് ഗുഡ്സിലാണ്. പക്ഷേ ബെയിൽമെൻറ്റിൽ അങ്ങനെ കൺസിഡറേഷൻ വേണം നിർബന്ധമൊന്നുമില്ല. ഇൻ സെയിൽ ദ ബയർ ഗെറ്റ്സ് ഓൾ ദ റൈറ്റ് ഓൺ ദ സബ്ജക്ട് മാറ്റർ ആൻഡ് ഹി ക്യാൻ ഹാൻഡിൽ ദ ഗുഡ്സ് ഇൻ എനി വേ ഹി വിഷ്. നെക്സ്റ്റ് പോയിന്റ് ആണ്, സെയിലിൽ ബയ്യറിന് ആ ഗുഡ്സ് മേലെ ഫുൾ റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏത് ഇഷ്ടമുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യാം, അതിന് യൂസ് ചെയ്യാം. പക്ഷേ ബെയിൽമെൻറ്റിൽ അങ്ങനെയല്ല, നമ്മുടെ ബെയിലറുടെ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് ബെയിൽമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൈസ് എന്നത്. പ്രൈസ് മീൻസ് ദ മോണിറ്ററി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് വിൽക്കുമ്പോൾ കൊടുക്കുന്ന മോണിറ്ററി കൺസിഡറേഷൻ അല്ലെങ്കിൽ മണി കൺസിഡറേഷൻ പ്രൈസ് എന്നത്. ഇഫ് നോ കൺസിഡറേഷൻ ഇസ് പെയ്ഡ് ടു ഇറ്റ്സ് നോട്ട് എ സെയിൽ. അപ്പോൾ ഇങ്ങനെ കൺസിഡറേഷൻ പേ ചെയ്തില്ലെങ്കിൽ എന്താവില്ല, അതൊരിക്കലും സെയിൽ ആവുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഏർണസ്റ്റ്. എന്താണ് ഏർണസ്റ്റ്? സം ടൈം അറ്റ് ദ ടൈം ഓഫ് എഗ്രിമെന്റ് ഫോർ സെയിൽ ദ ബയർ മേ ഗീവ് സം മണി ഓർ വാല്യുബിൾ ആസ് സെക്യൂരിറ്റി ഫോർ ദ ഡ്യൂ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. നമ്മുടെ കോൺട്രാക്ട് ഡ്യൂ പെർഫോമൻസിന് വേണ്ടി നമ്മൾ മണിയോ അല്ലെങ്കിൽ മണി വാല്യുബിളോ സെക്യൂരിറ്റി ആയിട്ട് വെക്കും. ആ എഗ്രിമെന്റ് ഓഫ് സെയിൽ നടത്തി കഴിഞ്ഞാൽ ബയർ കുറച്ച് മണിയോ വാല്യുബിളോ സെക്യൂരിറ്റി കൊടുക്കും. അതാണ് എന്താണ് ഏർണസ്റ്റ് എന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ടോക്കൺ കൊടുക്കാന്ന് പറയില്ലേ, അതാണ് ഏർണസ്റ്റ് മെയിൻ മീനിങ്. ദിസ് പേയ്മെന്റ് വിച്ച് ഈസ് ടു ബി ടേക്കൺ ആസ് എ ടോക്കൺ ഓഫ് ഗുഡ് ഫെയ്ത്ത് ഇറ്റ് ടേംഡ് ആസ് ഏർണസ്റ്റ്. അതാണ് ഏർണസ്റ്റ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഇംപ്ലൈഡ് കണ്ടീഷൻസ്. ഇംപ്ലൈഡ് കണ്ടീഷനിൽ ഫസ്റ്റ് വൺ ആണ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 50 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ 2 പോയിന്റ് അതിലുണ്ട്. ഇൻ ദ കേസ് ഓഫ് സെയിൽ സെല്ലർ ഹാസ് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. എന്താണ്, സെയിലിൻ്റെ കേസിലാണെങ്കിൽ സെല്ലർ എന്തുണ്ട്, ഗുഡ്സ് സെല് ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ഇൻ ദ കേസ് എഗ്രിമെന്റ് ടു സെൽ ആണെങ്കിൽ ഹി വിൽ ഹാവ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് അറ്റ് ദ ടൈം വെൻ ദ പ്രോപ്പർട്ടി ഈസ് ടു പാസ്. പ്രോപ്പർട്ടി എന്നുവെച്ചാൽ ഓണർഷിപ്പ് എന്നാണോ പാസ് ചെയ്യേണ്ടത് ആ ടൈമിൽ അദ്ദേഹത്തിന് ഗുഡ്സ് സെല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. നെക്സ്റ്റ് ആണ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ.
Where there is a contract for sale of goods by description, there is an implied condition that goods shall correspond with the description. ഒരു സെയിൽ ഓഫ് ഗുഡ്സ് എന്ന ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിൽ ഡിസ്ക്രിപ്ഷൻ വരിയാണ് വിൽക്കുന്നെങ്കിൽ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണ്? നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മുടെ ഗുഡ്സിന് കറസ്പോണ്ടിങ് ഒരു സാമ്യം ഉണ്ടാവണം. നെക്സ്റ്റ് ആണ് സെയിൽ ബൈ സാമ്പിൾ. എന്താണത്? ദ ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് ദ സാമ്പിൾ ഇൻ ക്വാളിറ്റി. നമ്മൾ കാണിക്കുന്ന സാമ്പിൾ ആണല്ലോ, ആ സാമ്പിളായിട്ട് നമ്മുടെ ബൾക്ക് ഗുഡ്സ് ബാക്കി എല്ലാ ഗുഡ്സിനും ആ സെയിം ക്വാളിറ്റിയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ബയർ ഷാൽ ഹാവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു കമ്പയർ ദ ബൾക്ക് വിത്ത് സാമ്പിൾ. നമുക്ക് തന്ന സാമ്പിളായിട്ട് നമ്മുടെ ബൾക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പോണ ഗുഡ്സായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബയറിന് കിട്ടണം. നെക്സ്റ്റ് ആണ് സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ബൈ ഡിസ്ക്രിപ്ഷൻ. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ദ ബേസിസ് സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ, ദ ഇംപ്ലൈഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് നോട്ട് ഓൺലി വിത്ത് ദ സാമ്പിൾ ബട്ട് ഓൾസോ വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത് സാമ്പിളും അതുപോലെ ഡിസ്ക്രിപ്ഷൻ വെച്ചാണെങ്കിൽ നമ്മുടെ ഗുഡ്സിന് എന്തുണ്ടാവണം? സാമ്പിൾ വെച്ചും ഡിസ്ക്രിപ്ഷൻ വെച്ച് നോക്കുമ്പോൾ രണ്ട് വെച്ചും ഒരു കണക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ആയിരിക്കും നമ്മുടെ ഗുഡ്സ്. നെക്സ്റ്റ് ആണ് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. There is no implied condition as to quality or fitness of the goods for a particular purpose. ചില പർട്ടിക്കുലർ പർപ്പസിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഇല്ല, ഇങ്ങനെ ക്വാളിറ്റി ഫിറ്റ്നസ് വേണമെന്നൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഇല്ല. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബയർ ടു സീ ആൻഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് വെദർ ദ ആർട്ടിക്കൽ വിൽ ബി സൂട്ടബിൾ ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഹി റിക്വയർ ദമ്മ. ബയ്യറിന്റെ ഡ്യൂട്ടിയാണ് എന്ത്? ആ ഗുഡ്സ് അവർക്ക് പറ്റിയ ഗുഡ്സ് ആണോ, അത് സാറ്റിസ്ഫൈ ആണോ നോക്കേണ്ടത് ബയ്യറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ദർ ആർ സം ഫ്യൂ എക്സെപ്ഷൻസ്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് ബയർ എക്സ്പ്രസ്ലി ഓർ ബൈ ഇംപ്ലിക്കേഷൻ മേക്ക് നോൺ ടു ദ സെല്ലർ ദാറ്റ് ദ പർട്ടിക്കുലർ പർപ്പസ് ഫോർ വിച്ച് ഹി നീഡ് ദ ഗുഡ്സ് ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്കിൽ ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് ദ സെല്ലർ whose business is to supply goods of that description. ചില ബയർ പറയും എന്താണ്? എക്സ്പ്രസ്ലി ഇംപ്ലിക്കലി പറയും എന്താണ്? തൻ്റെ സെല്ലറിൻ്റെ ജഡ്ജ്മെൻറ്റും സ്കില്ലും അത്യാവശ്യമാണ്, സെല്ലറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഗുഡ്സ് വാങ്ങിക്കുന്നതെന്ന് പറയും. അങ്ങനെ കേസാണെങ്കിൽ സെല്ലർ ഉത്തരവാദിത്തമാണ് ആ ബയർ എന്ന ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ബെസ്റ്റ് എക്സാമ്പിളാണ് മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ കയറിയല്ല ഗുഡ്സ് എടുക്കുന്നത്, ഡോക്ടർ എന്ന ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ട് അതനുസരിച്ചുള്ള മരുന്ന് തരുന്നത് സെല്ലറാണ്. അപ്പോൾ സെല്ലറിൻ്റെ സ്കില്ലിലും ജഡ്ജ്മെൻറ്റിലും നമ്മളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ ഒരു കേസിൽ ബയറിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് സെയിൽ ബൈ നോൺ ഓണർ. ദ ജനറൽ റൂൾ റിഗാർഡിംഗ് പാസിംഗ് ഓഫ് ഓണർഷിപ്പ് ഓർ റൈറ്റ് ഇൻ ദാറ്റ് നോ വൺ ക്യാൻ ട്രാൻസ്ഫർ ദ റൈറ്റ് വിച്ച് ഹി ഹിംസെൽഫ് ഡസ് നോട്ട് ഹാവ്. അപ്പോൾ എന്താണ് സെയിൽ ബൈ നോൺ ഓണർ എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? ഒരു ജനറൽ റൂൾ ഉണ്ട്, നമുക്ക് ആ ഗുഡ്സിൻ്റെ മേലൊരു ഓണർഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. അപ്പോൾ സെയിൽ ബൈ നോൺ ഓണർ എന്നത് നടക്കില്ല. കാരണം എന്താണ്? നമുക്കതിനെ സ്വന്തമായിട്ടൊരു ഓണർഷിപ്പ്, ഒരു ഓണർ അല്ലെങ്കിൽ ആ ഗുഡ്സ് ഒരിക്കലും നമുക്ക് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവാണ്. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മുടെ BRF എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവർ ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.